നടക്ക്. എന്തൊക്കെയാണാ ചങ്ങായി തന്നെ ഡോക്ടർ ഉണ്ടാണാവോ? ഏത് ഡോക്ടറാണോ അവിടെ ഉള്ളത്? ഏയ് ഇജ്ജൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം കേട്ടാ. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഞാൻ ഈച്ചനായിട്ട് ഇരിക്കുക. അധികം ആള് വരണ്ടെങ്കിൽ കണ്ടു വിട്ടോട്ടോ. നേരെ 10-12 മണി ആയി, ഒരു മനുഷ്യനെ കാണാനില്ല. അധികം ഉണ്ടെങ്കിൽ വിട്ടോ, ഒരാളെ വിട്ടോ. ആ ശരി. എന്താ ആരും കാണാലോ, എന്താ ചെയ്യാ? ആള് വരുന്നുണ്ടല്ലോ. വരും. വരൂ. എന്ത് പറ്റി? ഇരിക്കൂ. എന്ത് പറ്റി? തീരെ വയ്യ. എന്നാ തുടങ്ങി? ഒരു മീറ്റിംഗ് നടക്കായിരുന്നേ. അപ്പൊ അതിന് പെട്ടെന്ന് മൂപ്പർക്ക് വയ്യടേ. ശരി. പേരെന്താ? സുഗുണൻ. ഇന്ന് രാവിലെ തുടങ്ങി? മറ്റേ പ്രഷർ ടെസ്റ്റ് ഇതാണോ? കയ്യിലോട്ടും നോട്ടെ പരിശോധിക്കട്ടാ. ഒന്ന് നീങ്ങിരിക്കും. അല്ല ഡോക്ടറെ, നിൽക്ക്. ശ്വാസം വലിച്ചോളൂ. ശ്വാസം വലിച്ചോളൂ. അല്ല ഡോക്ടറെ, നോക്കട്ടെ, പരിശോധിക്കട്ടെ. അതിന്റെ ഇടയിൽ കയറി പറയല്ലേ. എടോ, ഇത് വെച്ച ഒന്നും കേൾക്കില്ല. ഇത് കഴിഞ്ഞിട്ട് പറയാ. ഇനി എന്താ പറയാനുള്ളത്? താനെന്താ പറയാനുള്ളത് പറയൂ. എനിക്കല്ല, മൂപ്പരിക്കാ ചെയ്യാത്ത ആള്. പിന്നെ എന്തിനാ താനിരുന്ന്? മൂപ്പരെ താങ്ങി വന്ന ക്ഷീണത്തിൽ ഇരുന്നാ സാറേ. എനിക്ക് താനിരിക്കും. രോഗിയല്ല ഇരിക്കേണ്ടത്. ശ്വാസം വലിച്ചോടും. വലിച്ചോ. ഇത് റിങ്ങിട്ട് മാറ്റിയൊക്കെ ഇതിന് ഇറക്കി ഫോണൊക്കെ താഴ്ത്തു. ഇതാ കേൾക്കണ്. മീറ്റിംഗ് നടക്കണ്ടേ, പെട്ടെന്നാണ്ട് തല പരിശോധിക്കട്ടെ. ഇടയിൽ കയറി പറഞ്ഞ മനസ്സിലാവും. പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ? കുഴപ്പമുണ്ടോ? അതെ, ഞങ്ങൾ ഈ പാവപ്പെട്ട രോഗികൾക്കേ സഹായം വേണ്ടിയിട്ട് പിരിവിട ഒരു ബക്കറ്റ് പിരിവ് നടത്തിയായിരുന്നു. അപ്പൊ അതിന്റെ കണക്ക് ചോദിച്ചപ്പോഴാ പെട്ടെന്നാണ്ട് ഇതായത്. ഒന്ന് പരിശോധിക്കട്ടെ. നിങ്ങൾ ഇടയിൽ കയറി പറയില്ലേ? കുഴപ്പമൊന്നുമില്ലട്ടാ, ഒക്കെ മാറിക്കോളും. ആ കണക്കൊക്കെ കണ്ട് ശരിയായാലേ അസുഖമൊക്കെ കണ്ട് മാറും. പ്രഷർ നല്ല കുറവാ. കണക്ക് ചോദിച്ചപ്പോ പ്രഷർ കുറഞ്ഞതാണേ. പ്രഷർ നല്ല കുറവുണ്ട്. നല്ല ഉപ്പിട്ട് വെള്ളം കുടിക്കാം. ആർക്കോ ഞാൻ ആളെ കൊണ്ട് വന്നിട്ടുണ്ട്. ഏതോ ഒരു ഡോക്ടറാ, ഒരു താടിക്ക് വെച്ചിട്ട്. പേരിപ്പോ എങ്ങനെ ചോദിക്കുക? അയാളൊരു ചൂടണ്ണ. ഇത് കഴിഞ്ഞാൽ ഞാൻ വരാ. ഇക്കുള്ള ചായയും പഴംപൊരിയും എടുത്തേക്കും. ശരി. അതെ, ചായയും പഴംപൊരിയൊക്കെ വിതരണം തുടങ്ങി. നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് വന്നതാണോ അതോ ചായയും പഴംപൊരിയും കുടിക്കേണ്ടി വന്നോ? അതിന്റെ ഇടയിൽ ഇപ്പൊ ഇവിടെ പോന്നതേ. അപ്പൊ ചായയും പഴംപൊരിയൊക്കെ കുടിച്ചിട്ട് വന്നാ മതിയല്ലോ. ഓടി കഴിച്ച് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു പെട്ടെന്ന് തളർന്നപ്പോ അതിന്റെ ഇടയിൽ പോന്നതാ.
ആ കയ്യുമ്പത്തിനാണ് ചെന്നാ മതിയല്ലോ. ആ എന്തായി അവിടെ ആദ്യം വന്നാ ഒരാളെത്തി. ആ അവിടെ വന്നാൽ വിട്ടോ. ഉള്ള ചായം വരുമ്പോൾ അവിടെ എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെഞ്ഞിന്റെ ഉള്ളിൽ അത് നീർക്കെട്ട് പോലെ തോന്നുന്നുണ്ട്. അത് ECG എടുത്തിട്ട് ECG റിസൾട്ട് ആക്കുന്നത്. ഓ കഴിഞ്ഞു ഒഴുകുള്ളൂ. പൊതി കെട്ടിയേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് കുറെ ഉണ്ടത്രേ. പിന്നാലെ